അപ്പോൾ ഈ യാത്ര ഒരു ഡാം കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. മണ്ണുത്തി ചിറക്കാക്കോട് അവിടെ ഒരു ഡാമുണ്ട്. ഡാമിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതിനി നോക്കിയിട്ട് പറയാം കേട്ടോ അവിടെ എത്തുമ്പോൾ. അപ്പോൾ ഇതിപ്പോൾ മണ്ണുത്തി എത്താറായിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, അത് കാണിച്ചു തരാം. പരശുരാമൻ മഴ പിടിച്ച് നിൽക്കണത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ, അത് ഉണ്ടാക്കിയതൊക്കെ കാണാനായിട്ട്. അപ്പോൾ എപ്പോഴും ഇതിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾ സ്ഥിരം കാണുന്നതാ. ആരെങ്കിലുമൊക്കെ ഇതിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ കാണും. അപ്പോൾ അവർക്കൊക്കെ ഒരു കൗതുകം, കാണാത്തവർക്ക് വേണ്ടി ഞാൻ എടുത്തു എന്നുള്ളൂ. ഞാനിത് വഴിയിൽ തന്നെ നിന്നിട്ടാട്ടോ വീഡിയോ എടുത്തത്, അങ്ങോട്ട് ഇറങ്ങിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങിയ ദിവസമാണെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അധികം നേരമൊന്നും നിൽക്കാൻ പറ്റണില്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേഗം പോവാം. മണ്ണുത്തി മുതൽ അങ്ങോട്ട് മാടക്കത്ര, ചിറക്കാക്കോട്, കൃഷി, നഴ്സറി അങ്ങനെയുള്ള കാഴ്ചകളാണ് കേട്ടോ. നല്ല രസമാണ് വഴിക്കുള്ള യാത്ര. അപ്പോൾ ഈ പോണ വഴിക്ക് എന്തൊരു ശാന്തസുന്ദരമായ സ്ഥലമാണ്. നല്ല തണുപ്പും പിന്നെ നല്ല നല്ല മണങ്ങളും ഉണ്ടായിരുന്നു. എന്തിൻ്റെയൊക്കെ ചെമ്പകം, പിന്നെ വേറൊരു ചെടിയും കൂടി ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇവിടെ ഇപ്പോൾ വേറൊരു കാഴ്ച കണ്ടു, ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലേ, അതാണ് ഈ നിൽക്കണത്. കുറച്ച് ഏരിയ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവർ. ഇതെന്താണോ ഈ ഒരു സൈഡിൽ റോട്ടിലേക്കായിട്ട് നട്ടോക്കണം എന്നുള്ളത് അറിയില്ല. അതുമെല്ലാം കായും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും അത്യാവശ്യം നല്ല ആൾക്കാരാന്ന് തോന്നുന്നുണ്ട്. ഒന്നും പൊട്ടിക്കാനുണ്ടാവില്ല, അല്ലെങ്കിൽ ഇത്രയും വിശ്വാസത്തിൽ ഈ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കില്ലല്ലോ. പിന്നെ ഇവിടെ കുറച്ച് ചേച്ചിമാർ നിന്ന് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഉള്ള കൃഷി എന്തിട്ടായിരുന്നു പൈനാപ്പിൾ. ഈ കൃഷിസ്ഥലം കഴിഞ്ഞ് നേരെ നോക്കണത് ഒരു വലിയൊരു മലയാണ് കേട്ടോ. പക്ഷെ അത് വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഏകദേശമൊക്കെ ഓടി ഞങ്ങൾ എത്താറായിട്ടുണ്ട്. ഇതൊരു റബ്ബറും തോട്ടം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാ. രണ്ട് സൈഡും കണ്ട നല്ല കാട് പോലെ, പക്ഷേ ഇടയിൽ വീടുകളൊക്കെ ഉണ്ട്. ഒരു വീട് കഴിഞ്ഞ് എത്ര അകലം കഴിഞ്ഞിട്ട് അടുത്ത വീട്, അങ്ങനെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേനോ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു. നല്ല ഭംഗിയുണ്ടല്ലേ, ഇങ്ങനെ ചെറുതാണെങ്കിൽ നല്ല രസമല്ല വെള്ളച്ചാട്ടം കാണാനായിട്ട്. ഇതാണ് സ്ഥലം. ഇവിടെ ഞങ്ങൾ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. അന്നൊന്നും ഇങ്ങനെ കൈവരി വയ്ക്കുക, ഇരിക്കാനുള്ള സംവിധാനം അങ്ങനെയൊന്നുമില്ല. ഒറ്റ പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ റീലിലൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഓടിക്കത്തിച്ച് വന്നതാ. നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. ഇതിൻ്റെ പേര് കിട്ടിയിട്ടാ, കച്ചിത്തോട് ചെക്ക് ഡാം. ഞാൻ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ പറയണത്. നാവിൻ്റെ തുമ്പത്തുണ്ട്, ഇനി തെറ്റിപ്പോയാലോ എന്ന് വെച്ചിട്ടാണ് പറയാണ്ടിരുന്നത്. അങ്ങനെ ഞാനൊന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുമ്പോൾ അതിൽ നിറച്ച് മീനോളാണ്. അപ്പം ഞാൻ രേഷൻ്റെ അടുത്ത് മൊബൈലും എടുത്തായ ഞാൻ എടുത്ത് നോക്കട്ടെ, പക്ഷേ വീഡിയോയിലൊന്നും കൃത്യമായിട്ട് കിട്ടണമൊന്നുമില്ല. കാലുമ്മ വന്നിട്ട് ഒരു കൊത്തുണ്ട്, പക്ഷെ വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല കേട്ടോ. പറ്റണില്ല ഞാൻ പറഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ആ ഡാമിൽ നിന്നുള്ള വെള്ളം കേട്ടോ ഈ ഒഴുകി വരുന്നത്. ചെറിയൊരു ഡാം, നല്ല രസമുണ്ട് കാണാനായിട്ട്, ശാന്തം സുന്ദരം. പിന്നെ അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ആരും ഇല്ലാത്തവണ്ണൊക്കെ തോന്നും. ഇണക്കുരുവികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ പ്രൈവസിയും കൂടി മാനിച്ച് അങ്ങോട്ടൊന്നും ഞാൻ മൊബൈൽ തിരിക്കണില്ല. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ കാണാൻ എന്ന് പറയാൻ ഈ ഒരു റൗണ്ട് അടിക്കുക ഈ ഡാമിന് അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അത് കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അതല്ലാണ്ട് വേറെ വലിയ സംഭവങ്ങൾ പ്രതീക്ഷിച്ചിട്ടൊന്നും വന്നിട്ട് കാര്യമില്ല. ഹലോ, ഹായ്, കുളിക്കണോ? എനിക്ക് കുളിച്ചനോ? ഈ ഡാം കാണാൻ വന്നതാണോ? ഡാം കാണാൻ വന്നതാ? ഞാൻ എവിടെ പോയാലും പട്ടികൾ ഉണ്ടാവൂല്ലോ പൊന്നെ. അയ്യോ അടക്കണോ, അയ്യോ കിട്ടിയടാ. നിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് കിട്ടി. മൂക്കത്ത് വെള്ളം. എന്തുറ്റാണ് എനക്കടിക്കോ? പോവാട്ടാ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇവിടുത്തെ ഒരു കാഴ്ചകളും വിശേഷങ്ങളും.
അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുകയായി. അപ്പം ഈ തിരിഞ്ഞു പോണ സമയത്ത് ഞങ്ങൾ പോലീസിനെ കണ്ടു കേട്ടോ. പോലീസ് വന്ന് ഇവിടെ ഇടയ്ക്ക് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണമൊക്കെ ഉണ്ട്. അങ്ങനെ പ്രകൃതി സുന്ദരമായ സ്ഥലത്തിനോട് വിട പറഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ്. ഞാൻ കരുതി ഇത് വീട്ടിലേക്ക് പോവാന്നാ. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞു, ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കല്ലേ എന്ന്. പക്ഷെ വഴി കാണുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകണ വഴിയല്ല. അപ്പം ഞാൻ ചോദിക്കുക രേഷൻ്റെ അടുത്ത് എവിടേക്കാണ് പോകണമെന്ന്. അപ്പോൾ പൂമലയിൽ പോയി ചെപ്പാറ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ വണ്ടിയിൽ ഇരുന്ന് പോകാനായിട്ട് നല്ല ഇഷ്ടമാണ്. ഉലകം മുഴുവൻ കറങ്ങാൻ, എനിക്ക് ബൈക്കിലിരുന്ന് കറങ്ങാൻ ഇഷ്ടമാണ്. കാറൊന്നും പറ്റില്ല, ഛർദ്ദിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട് കാറിലിരിക്കുമ്പോൾ. അതിനു വേണ്ടി ബൈക്കിൽ എവിടേക്ക് വേണമെങ്കിലും പോവാം. അങ്ങനെ ഞങ്ങൾ ചെപ്പാറ എന്ന് പറഞ്ഞിട്ട് ആ പോണ വഴി ഒരു വെള്ളച്ചാട്ടം കണ്ടു. വട്ടായി വെള്ളച്ചാട്ടം. ഇപ്പം എല്ലാവരും ഇപ്പം അങ്ങോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ പോയെന്ന് ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഉണ്ടായിരുന്നില്ല. ഈ വഴി വേണണ്ട ഇറങ്ങി അങ്ങോട്ട് ചെല്ലാനായിട്ട്. അങ്ങനെ ആ കുന്നും മലയും ഇറങ്ങി ചെല്ലണ സ്ഥലമാണ് ഇപ്പം ഈ കാണുന്നത്. ഈ വെള്ളത്തിലൊക്കെ നിറച്ച് മീനുകളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ മീനുകളുണ്ട്. പിടിച്ച് കൊണ്ടുപോകാനായിട്ട് എൻ്റെ കയ്യിൽ കവറും കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ രണ്ടെണ്ണത്തിനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയാനെ. അങ്ങനെ ഈ ചെളിയും വെള്ളം ഒക്കെ ചവിട്ടി അങ്ങോട്ട് നടന്ന് ചെല്ലണത് ഭയങ്കര ഭംഗിയുള്ള സ്ഥലം കേട്ടോ. മറിമായത്തിൽ ഒരു കോയ എന്ന് പറഞ്ഞിട്ട് നാദൃഷയുടെ ചേട്ടൻ അഭിനയിക്കണില്ലേ, ആളുടെ വീട് ഇവിടെ അടുത്താണ്. ആള് 2 ദിവസം മുന്നേ ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നില്ലേ കുറച്ച് ദിവസം മുന്നേ, കുറച്ചല്ല ഈ 2 ദിവസത്തിൽ നല്ല മഴയുണ്ടായിരുന്നില്ലേ. ആ ഒരു മഴ സമയത്താണ് ആ വീഡിയോ കണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നു പോയതിന് ശേഷമാണ് പിന്നെ മഴയൊക്കെ പിടിച്ചതും ആ വീഡിയോ കണ്ടതും. സ്ഥലം ഒരു രക്ഷയില്ല. നല്ലൊരു കാടിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം. ഇവിടെ മാനും പിന്നെന്താ പന്നിയും ഉണ്ട് എന്നാണ് ഒരു ബോർഡ് കണ്ടത്. മാനും പന്നി ഒന്നിനെയും കണ്ടൊന്നുമില്ല. എന്തായാലും ഈ ഒരു സെറ്റപ്പ് സൂപ്പറായിരുന്നു. ആദ്യമായിട്ട് അങ്ങനെയൊക്കെ കാണുന്നത്. അപ്പം കണ്ട ഈ ഒരു ചെറിയൊരു വഴിയിലൂടെ അങ്ങോട്ട് ചെന്ന് കാണുന്നത് ഒരു കുഞ്ഞൊരു വെള്ളച്ചാട്ട. ഞങ്ങൾ പോയ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ വലിയ സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നത്തെ ഒരു അതിശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാറയമ ഒരു മുതുക്ക് മരം നിൽക്കണത്. വീഡിയോയിലൊക്കെ അത് വലിയ വലിപ്പമായിട്ടൊന്നും തോന്നണില്ല, പക്ഷെ വലിയൊരു മര, ഒരു തുണ്ട് മണ്ണ് പോലും ഇല്ല. പക്ഷെ ആ പാറയമഴാണ് അതിൻ്റെ ജീവിതം മുഴുവൻ. അതെനിക്കൊരു വലിയ അത്ഭുതമായി. ഞാൻ അവിടെ കണ്ട ഒരു കാഴ്ചയാണ്. പിന്നെ ഈ വെള്ളച്ചാട്ടം ഇപ്പൊക്കെ കാണുന്നത്, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മീതയ്ക്ക് നടന്ന് ചെന്നിട്ട് വീഡിയോ എടുത്ത് നോക്കണേ. ഏതാ വഴിയെന്നൊന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ മാത്രമേ നിന്നുള്ളൂ. അപ്പോൾ വിഷമമായി ഇപ്പം കണ്ടപ്പോൾ. ആരുമില്ലാത്ത കാരണം കുറച്ചധികം സമയം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്തു. ഇപ്പോൾ വീഡിയോ എടുക്കൽ മാത്രമല്ല കേട്ടോ, യൂട്യൂബിൽ ഇടാനായിട്ട് വീഡിയോ എന്നുള്ള ചിന്ത മാത്രം എൻ്റെ തലയിൽ കയറി. ഒറ്റ ഫോട്ടോയും എടുക്കണില്ല. വീട്ടിലെത്തിയതിന് ശേഷം അയ്യോ ഒറ്റ ഫോട്ടോ പോലും എടുത്തില്ലല്ലോ എന്നുള്ള ചിന്ത വരാം. എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിൽ വരും ഫോട്ടോ എടുക്കണം എന്നുള്ളത്. പക്ഷെ വീഡിയോ ആയിട്ട് അങ്ങനെ പോകുമ്പോൾ ആ ഒരു ലോകമായി പോവുക. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇവിടെ ഒരു പാറമട ഇനിയുണ്ട് ഇതിനോട് ചേർന്നിട്ട് തന്നെ, അങ്ങോട്ട് നടന്ന് പോവാട്ടാ. അപ്പം ഈ നടക്കണ വഴിയിലേ മരങ്ങളുടെ വേരൊക്കെ നിൽക്കണ കണ്ട. നല്ല ശക്തമായ മഴ വരുമ്പോൾ ഇവിടേക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറുന്നുണ്ട്. അപ്പം ആ വേര് കാണും വിധം മണ്ണൊലിച്ചു പോയ കാരണമല്ല അതങ്ങനെ കാണുന്നത്. അപ്പോൾ നല്ലൊരു മഴയൊക്കെയുള്ള സമയം ഇവിടെ എന്തായിരിക്കും അവസ്ഥ? ആ സമയത്തൊന്നും തോന്നണില്ല എനിക്ക് ഇങ്ങോട്ട് ആൾക്കാരെ കടത്തി വിടുന്നു. പിന്നെ ഈ ഒഴുകി പോണ വെള്ളം അങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ അതിൽ പോയി ചാടി മറിയാന്ന്. അതിനൊന്നും പറ്റില്ല കേട്ടോ. അടിയിൽ നല്ല നല്ല പാറക്കല്ലുകളാ, തട്ടി വീണാൽ തന്നെ തീരും. കാല് തട്ടി വീണാൽ തന്നെ തീരും. അതുപോലെ കൂർത്താണ് മോനെയൊക്കെ നിൽക്കണത്. അപ്പം നോക്കി കണ്ട് നിന്നില്ലെങ്കിൽ ഭംഗി പോലെ തന്നെ അപകടങ്ങളും ഉണ്ട്. ഇത് ഇവിടേക്കുള്ള വഴിയാണ് ആവട്ടെ. ഓരോ വഴികളുണ്ട് അങ്ങടും ഇങ്ങടൊക്കെ. നേരമില്ലാത്ത കാരണം ആ വഴിക്കൊന്നും പോയി സമയം കളഞ്ഞില്ല. നേരെ ഓടി ഈ പാറമടയിലേക്ക് വന്നു. ഈ പാറമടയിലേക്ക് നടക്കണ ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡേഞ്ചറാണ് കേട്ടോ. അവിടെ വേറെ കൈവരിയ കാര്യങ്ങളോ ഒന്നുമില്ല. സൂക്ഷിച്ചും കണ്ട് തന്നെ നിൽക്കണം. അതല്ലെങ്കിൽ കാല് വഴുതി അതിലേക്ക് തന്നെ വീഴും.
ഞങ്ങൾ നടന്നു കയറുന്ന വഴി കണ്ട. അപ്പോൾ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. ഇത്രയും ശക്തമായിട്ടാണ് വെള്ളം വരണത്. ആ ഒരു വന്ന പാടുകളും ആ മണ്ണൊലിച്ചു പോയതിൻ്റെയാണ് ഈ കാണുന്നത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷം. ബായ്.